ഗിരിജ ചേച്ചി, ചേച്ചി. ആ, ഇതാരി അംബികയാ, വാടി അകത്തോട്ട് വാ. ആ ചേച്ചി ഗൾഫിൽ നിന്ന് വന്നെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വിജയന് പിന്നെ എങ്ങനെയുണ്ട് കൊച്ചേ? ഇപ്പൊ കുറവുണ്ടാ? ഞാൻ ചേട്ടന്റെ അടുത്ത് വിളിക്കുമ്പോഴൊക്കെ തിരക്കും. പുള്ളിയുടെ അമ്മായിയുടെ മോനല്ലേ, പുള്ളിക്കും നല്ല വിഷമം ഉണ്ടാവും ഈ കിടപ്പ് കിടക്കണതിന്. ഞാനേ വിജയേട്ടൻ ഒരു ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നട്ടലിനെ. അപ്പൊ അതിനൊരു 3 ലക്ഷം രൂപ ചെലവ് വരും. ഞങ്ങൾ പലരോടും ചോദിച്ചു, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആരും പൈസ തരാൻ കൂട്ടാക്കണില്ല. അപ്പൊ ചേച്ചി വന്നെന്നറിഞ്ഞ് അതാണ് ഞാൻ ഇത്തിരി പൈസ കടം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഓപ്പറേഷൻ നടന്നാലേ പഴയതുപോലെ ആൾക്ക് എണീറ്റ് നടക്കാനൊക്കെ പറ്റുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അതാകുമ്പോ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പണിക്ക് പോവാല്ല. അപ്പൊ ചേച്ചി ഇത്തിരി പൈസ അതൊന്ന് സഹായിക്കാന്ന് അറിയാൻ വന്നേന്ന്. അയ്യോ അംബിക, ഇവിടെ 10ന്റെ പൈസ എടുക്കാനില്ല. നീ ഈ വീടും കാറും ഒക്കെ കണ്ടിട്ടാണ് കാശും ചോദിച്ചു വന്നതെങ്കിൽ ഞങ്ങൾ അതിനപ്പുറത്തെ ശ്വാസം മുട്ടലാണ്. പിന്നെ ഈ സ്വർണ്ണമൊക്കെ, ഇതും സ്വർണ്ണമൊന്നും അല്ല കൊച്ചേ, ഇത് മുഴുവനും ഗോൾഡ് കവറിംഗ് ആണ്. ഗൾഫിൽ നിന്ന് വന്നെന്ന് പറയുമ്പോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടാ, വെറുതെ ഇട്ടോണ്ട് നടക്കണതാ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ തന്നേനേടി, അവൻ ഞങ്ങളുടെയും കൂടെ അനിയനല്ലേ. നീ വേറെ എവിടെയെങ്കിലും ചോദിച്ചു നോക്ക്. എന്നാ ശരി ചേച്ചി, ഞാനെന്നാ പോവുകയാണ്. ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടില്ലാന്ന് ഞാനും അറിഞ്ഞില്ല. എന്നാ ഞാൻ പിന്നൊരു ദിവസം വരാം. ശരി എന്നാ. പോയാ ഈ ഗതിയില്ലാത്തവൾക്ക് കടം കൊടുത്തിട്ട് എനിക്ക് എവിടെ തിരിച്ചു കിട്ടാനാ? 1 2 മാലയൊക്കെ ഊരി വെക്കണം ഈശ്വരാ.